ഈ ചെറിയ വലിയ സംരംഭത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. ഇന്ന് ഏപ്രിൽ 30. ഇന്നത്തെ പ്രത്യേകത അറിയോ? ഇന്ന് മലയാള സിനിമയുടെ ഫാദർ, അല്ല ഇന്ത്യൻ സിനിമയുടെ ഫാദർ ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിൽ അതുപോലൊരു സംഭവം, ഇതിന്റെ ഒരു ക്ലൈമാക്സ് സീനൊക്കെ ഇവിടെ വെച്ചതിൽ അത് വളരെ വലിയൊരു നിയമത്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അലക്സ് പോളുമായിട്ട് അലക്സ് പോൾ സാറുമായിട്ട് കുറച്ച് നാളത്തെ ബന്ധമുണ്ട്. അദ്ദേഹത്തിന് അച്ഛനാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അച്ഛൻ്റെ അതേ സ്വഭാവമാണ് അദ്ദേഹത്തിന്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാക്കി മദർ തെരേസ അല്ലെ? മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട്, ലെറ്റ് നോ വൺ എവർ കം ടു യു വിത്തൗട്ട് ലിവിങ് ബെറ്റർ ആൻഡ് ഹാപ്പിയർ. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തരും തിരിച്ചു പോകുന്നത് വന്നതിൽ കൂടുതൽ സന്തോഷത്തിലും ഐശ്വര്യത്തിലും സമാധാനത്തിലായിരിക്കണമെന്ന്. അലക്സ് പോൾ സാറിന്റെ അടുത്ത് വന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ, സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് വളരെ എന്തായിരിക്കും, സമാധാനത്തിലും സന്തോഷത്തിലായിരിക്കും. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്രൂ, അല്ലെങ്കിൽ ഈ അലക്സ് പോൾ ക്രിയേഷൻസിന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും. ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ദിവസം പോകാനുള്ള ഭാഗ്യം കിട്ടി. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു ചെറുപ്പക്കാരൻ എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ എന്നൊക്കെ ചോദിക്കും നടക്കുന്നു. അവിടെ പാത്രമൊക്കെ വെള്ളം എടുത്തു വെച്ചൊക്കെ എടുത്തു വെക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഞാൻ നോക്കി എടുക്കണമല്ലോ എന്നൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ സാറിന് ചോദിച്ചത് ആരാണെന്ന്. ഇതാ നായകൻ എന്ന് പറയും. അത്രയ്ക്ക് എളിമയുള്ള നായകനാണ്. നായികയും അതുപോലെ എല്ലാ ആൾക്കാരും അതേപോലെ അലക്സാറിനെ പോലെ തന്നെ അത്രയും സ്നേഹവും സൗഹൃദവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന കുറെ നല്ല ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ അലക്സ് പോൾ ക്രിയേഷൻസ്. ഇതിൽ നിന്നുണ്ടാകുന്ന ഈ സിനിമ, അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. ഇതൊരു വൻ വിജയം തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. പല സിനിമകളും വരുന്നത് 500 കോടി സിനിമ ഉണ്ടാക്കും, അത് ചിലപ്പോൾ 1000 കോടി കളക്ഷനൊക്കെ ഉണ്ടാക്കും. ഇത് ഇരട്ടി. ചിലപ്പോൾ 5 കോടി സിനിമ 25 കോടി കളക്ഷൻ ഉണ്ടാക്കാം, 5 ഇരട്ടി. ഏതാണ് നമ്മുടെ, ഞാനൊരു കണക്കെഴുത്തുകാരാണ് ബേസിക്കലി. അപ്പൊ ഏതാണ് ശരിക്കും ഒരു വലിയ സക്സസ്? ഏതാണ്? 500 കോടി സിനിമ 1000 കോടി കിട്ടുന്നതാണോ? 5 കോടി സിനിമ 25 കോടി കിട്ടുന്നതാണോ? 25 കോടി കിട്ടുന്നതാണ്. അപ്പൊ അതുപോലെയുള്ള സിനിമകൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കണം. പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കഥയ്ക്കും ആ കലയ്ക്കും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് അവിടെ. അല്ലെങ്കിൽ ഒരു നായകനെ നായകനാക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമയല്ല, അല്ലെങ്കിൽ ചെറിയ ലൊക്കേഷനിൽ ഒത്തിരി കാശിട്ടിട്ട് കളഞ്ഞ് പ്രൊഡ്യൂസറെ മുടിപ്പിക്കുന്ന സിനിമയല്ല. എല്ലാവരും കൂടെ വളരെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സിനിമയാണ് ഈ അലക്സ് പോൾ ക്രിയേഷൻസിന്റെ നിങ്ങൾ കാണാൻ പോകുന്ന ഈ സിനിമ. ഇതിന്റെ പേര് പറഞ്ഞു, റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ 200 രൂപയുടെ സിനിമ ആണോ, അല്ലെങ്കിൽ 200 രൂപ കൊടുത്തൊരു കമ്പനിയുടെ ഷെയർ മേടിക്കാം. പക്ഷേ നമ്മുടെ ഒരു സിനിമക്കാരൻ 200 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കടം കൊടുക്കത്തില്ല. കാരണം സിനിമ പൊട്ടുമെന്നാണോ നമ്മുടെ എല്ലാം വിചാരം. സിനിമ പൊട്ടും. എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആനുപാതികമായിട്ടല്ല ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മുന്നോട്ട് പോകുന്നെങ്കിൽ. ഇപ്പൊ നമുക്കെല്ലാവർക്കും സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടെന്നുള്ളതാണ് അലക്സ് പോളുമായിട്ട് ഉള്ള സമ്പർക്കത്തിൽ എനിക്ക് മനസ്സിലായത്. ചെറിയൊരു സംഭവം, പൈസ കൊണ്ട് നമുക്ക് ഒത്തിരി സിനിമകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കുറച്ച് പേര് കൂടി ഒരു സ്കൂൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് പേര് കൂടി ഒരു ആശുപത്രി ഉണ്ടാക്കാം. പക്ഷെ ആരും കുറച്ച് ആൾക്കാർ കൂടിയിട്ട്, ഒരു സമൂഹം കൂടിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന കാലം വിദൂരമല്ല, അത് അടുത്തെത്തിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സിനിമയുടെ പ്രൊഡ്യൂസർ ആവാനും അതിൽ ഭാഗമാക്കാനുള്ള ഒരു സമയം വന്നിരിക്കുന്നു. ഒരു ചെറിയൊരു ചൊല്ലുണ്ട്, ഒരു ആഫ്രിക്കൻ പഴമൊഴിയാണിത്. അതായത് ദൂരെ ഒത്തിരി വേഗം പോകണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് വേണം പോകാൻ. ഒത്തിരി വേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകണം. പക്ഷെ കുറെ ദൂരം പോകണമെങ്കിൽ, ഞാൻ എന്താ അത് പറഞ്ഞ തിരിഞ്ഞുപോയോ? ഇല്ല. ഒത്തിരി വേഗത്തിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകണം. പക്ഷെ ദൂരം പോകണമെങ്കിൽ ഒന്നിച്ചു പോകണം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ പറ്റുന്ന അവസരം വരികയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാം. എല്ലാവർക്കും ഈ കൊച്ചു വലിയ സിനിമയിലേക്ക് സ്വാഗതം. താങ്ക് യു.